ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. മൂലപാപങ്ങളിൽ അസൂയ എന്ന പാപത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഷെയർ ചെയ്യാനായിട്ട്, വചന സന്ദേശം നൽകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ആരും അത്ര വലിയ അല്ലെങ്കിൽ കുഴപ്പമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അസൂയ ഉള്ളതല്ല, അസൂയയില്ലാത്ത ആരുമില്ല എന്നൊക്കെ പറയും. ഈ അസൂയ എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനം മതി എല്ലാ കുഴപ്പവും ഉണ്ടാകാൻ. പരിശുദ്ധാത്മാവിന് എതിരായ പാവങ്ങളെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട 4-ാമത്തെ കാര്യമാണ് അന്യരുടെ നന്മയിലുള്ള അസൂയ എന്ന് പറഞ്ഞാൽ കുർബാന കൈവെള്ളപ്പാടിനും സൈരലേപനത്തിനുമൊക്കെ വേദപാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദോപദേശങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി വിളിക്കപ്പെടുന്ന പാപങ്ങൾ, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ, മൂലപാപങ്ങൾ, കാരുണ്യപ്രവൃത്തികൾ 14 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അരിച്ചു പെറുക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള പാപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്യരുടെ നന്മയിലുള്ള അസൂയ, അതായത് അസൂയ എന്ന് പറയും. അപ്പോൾ അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തൊരു കാര്യം വേറൊരാൾക്ക് കിട്ടുമ്പോൾ, എന്നെക്കൊണ്ട് നടക്കാത്തത് മറ്റുള്ളവർ നടത്തുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പറയും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇത്രയും ഓടിയിട്ടും ഇത്രയും വർഷം ജീവിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും പേര് ജോലി എടുത്തിട്ടും നമുക്കിതിൻ്റെ ഒരു തരിമ്പ് പോലും കിട്ടിയില്ല. അല്ല, അവനൊക്കെ എന്തോ കള്ളപ്പണമാണ്, അല്ലെങ്കിൽ കള്ളനോട്ടാണ്, അവനൊക്കെ പോണ പോക്ക് കണ്ട് ഈ പോണ വഴി എവിടെയെങ്കിലും പോയി തീരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ സങ്കീർത്തനം 19:14 നല്ലൊരു വചനം വായിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒത്ത് പോകണമെന്ന് അവിടെ പറയുകയാണ്. എൻ്റെ ഹൃദയത്തിലെ അധരത്തിലെ പ്രാർത്ഥനയും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും ഒന്നായിരിക്കണമെന്ന്. അതായത് അധരത്തിലെ പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്നതിൻ്റെയും ഫലം കാണാത്തതിൻ്റെയും നീണ്ടു പോകുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയത്തിൽ അസൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷമാണ്. ഹൃദയത്തിൽ അസൂയ ഉണ്ടോ? ഹൃദയം നന്മതിന്മകളുടെ ഇരിപ്പിടമാണ്. അപ്പോൾ ഹൃദയത്തിൽ എന്തുണ്ട്, എന്താ ഉള്ളത്, അത് നമുക്കുള്ള ഗുഡ് റിസൾട്ടുകളെ, പുണ്യങ്ങളെ, അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തി കളയും. സങ്കീർത്തനം 119:11 പറയുന്നുണ്ട്, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അസൂയ എന്ന ആ മൂലപാപം മൂലം പരിശുദ്ധാത്മാവിനെതിരായ ഈ തിന്മയിൽ പെട്ട് നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പ്രതിഷ്ഠിക്കണം. അതുപോലെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഈ തിന്മക്ക് എതിരെ നിലകൊള്ളുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ ഉഭവി പ്രവൃത്തിയാണ്. അപ്പോൾ അതിൻ്റെ മേൽ വേറൊന്നും ബലപ്പെടുകയില്ല, അതിന് താഴെ ബാക്കിയെല്ലാം ഉള്ളൂ. ദാനധർമ്മങ്ങൾ ചെയ്യുക, പരിഹാര പ്രവൃത്തികൾ ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, നമ്മളാൽ പറ്റുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മാർക്കോസ് 9:29 പറയുന്നുണ്ട്, ശിഷ്യന്മാർ വന്ന് രഹസ്യമായിട്ട് ചോദിക്കുന്നത്, അവർക്ക് പിശാചിനെ പുറത്താക്കാൻ പറ്റാതെ വന്നപ്പോൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. പിശാച് ബാധനായ ബാലനിൽ നിന്ന് ഒരു കുട്ടിയുടെ പിതാവ് കൊണ്ടുവന്ന ആ രോഗിയായ കുട്ടിയുടെ ബന്ധനം മോചിക്കാൻ സാധിക്കാതെ. അപ്പോൾ യേശു പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്, അവർക്കത് സാധിക്കാതെ പോയത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അതുകൊണ്ട് ഇന്ന് ഒരു വീട്ടിലുള്ളവർക്ക് തന്നെ, അമ്മക്ക് മക്കളോട് അസൂയ ഉണ്ടാകും, മക്കൾക്ക് മാതാപിതാക്കളുടെ അസൂയ ഉണ്ടാകും, ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം. ആരും ഇതിന് പ്രത്യേക പ്രൗഢിയൊന്നും എടുക്കണ്ട. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലരിലും പുണ്യത്തിലല്ല ജീവിക്കുന്നതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൂലപാപങ്ങൾ എപ്പം തലവൊക്കി എന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ വചനത്തിൽ ജീവിക്കണം. വചനം വെറുതെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ പോരാ, സൂക്ഷിക്കുക
എന്ന് പറഞ്ഞാൽ ആ വചനത്തിൽ ജീവിക്കുക, വചനം നമ്മളിൽ വളരാനായിട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുക എന്നത്രേ അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം മാർക്കോസ് 9:29, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോകുകയില്ല. മൂലകൃതികളിൽ കാണുന്നത് ഇപ്രകാരമാണ്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. അതുകൊണ്ട് അസൂയം കൊണ്ടിരുന്ന ആരെങ്കിലും രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് അവരുടെ തന്നെ നാശത്തിന് കാരണമാകും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവദാസൻ ജോസഫ് സഹോദരന്മാർക്ക് അസൂയ തോന്നി പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് എടുത്ത് ഇസ്മായിലർക്ക് വിറ്റു. പോയ വഴിയെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ച പോത്തിഫറിൻ്റെ ഭവനത്തിലും ജയിലിൽ കിടക്കേണ്ടി വന്നതും ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി ഈ സഹോദരന്മാരുടെ അസൂയയിൽ ആരംഭിച്ച കാര്യമാണ്. ജോസഫ് ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു. പക്ഷേ നാട് മുഴുവൻ ക്ഷാമത്തിലായി. അവർ സഹായം തേടി തങ്ങളുടെ സഹോദരൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയാതെ ഈജിപ്തിൽ ദൈവം എത്തിച്ച് ഈജിപ്തിലെ പ്രധാനമന്ത്രി. അന്ന് ഈജിപ്തിൽ മാത്രമേ ധാന്യമുള്ളൂ, മറ്റ് സ്ഥലങ്ങളെല്ലാം ദുഃഖദുരിതങ്ങളായി. അപ്പോൾ പട്ടിണിയിലായി. എല്ലാവരും ഇവരെ ആശ്രയിക്കാൻ തുടങ്ങി. ആരാ അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്? തങ്ങൾ മരിച്ചെന്ന് വിചാരിച്ച ഇസ്മായിലർക്ക് അടിമയായിട്ട് വിറ്റ വല്ലവരും തല്ലിക്കൊന്ന് കാണും, അല്ലെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞ് കാണും എന്ന് സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അവൻ, അതായത് ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിലാണ് അസൂയ ആരംഭിക്കുന്നത്. അപ്പന് മറ്റ് മക്കളെക്കാൾ ഈ കുഞ്ഞിനോട് പ്രത്യേക വാത്സല്യം. അതിന് അവനെ തെറ്റ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവൻ്റെ പ്രവൃത്തിയും ജീവിതവും വിശുദ്ധിയും പുണ്യവും പ്രാർത്ഥനയും അതുപോലെ ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അപ്പന് പ്രത്യേക വാത്സല്യം ആ മകനോടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം അസൂയ മൂത്ത തക്കം പാർത്തിരുന്ന അവർ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ട്. ഇപ്പോൾ തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ അസൂയയുടെ കെണികളിൽ അനുഭവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പലരും ചിലപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാകും. ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം, കൂടപ്പറപ്പങ്ങളിൽ നിന്നാകാം, പങ്കാളിയിൽ നിന്നാകാം, അയൽവാസിയിൽ നിന്നാകാം, മാതാപിതാക്കളിൽ നിന്നാകാം. അവനൊന്നും ആകാൻ പോണില്ല എന്ന് പറഞ്ഞിരുന്ന മകനെ ദൈവം ഏറ്റവും ഉയർത്തി. ഇവനാകും എന്ന് അവർ പറഞ്ഞവൻ തലകീഴ്മേൽ മറിഞ്ഞു പോയി. അവസാനം വേണ്ടെന്ന് പറഞ്ഞ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവൻ്റെ അടുത്ത് ആശ്രയം തേടി ഈ മാതാപിതാക്കൾ പോലും വരേണ്ടി വന്നു. എന്നോടൊരു വ്യക്തി പറഞ്ഞതാ, സ്വന്തം അപ്പൻ്റെ അനിയൻ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു. പക്ഷേ അയാൾ മരിക്കാറായി കിടന്നിട്ട് സ്വന്തം മക്കളും ഭാര്യ പോലും തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ജ്യേഷ്ഠൻ്റെ ഒരു മകൻ അയാളുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും പാലിയേറ്റീവ് കെയർ വേണ്ടാവുന്നതെല്ലാം ചെയ്ത് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയും കൊടുത്ത് അദ്ദേഹത്തിന് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ള സ്വന്തം അച്ഛൻ്റെ അനിയനാണ്. അപ്പോൾ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ ബൈബിൾ വായിക്കാനിടയായ, വചനം കേൾക്കാനിടയായ വിജാതിനായ ഈ മനുഷ്യൻ യേശുവിൽ നിന്നാണ് ഈ ക്ഷമിക്കുന്ന സ്നേഹം സ്വന്തമാക്കിയത്. ആ അസൂയക്കാരനായ, തങ്ങൾക്ക് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ള, ദോഷം മാത്രം പറയുകയും ചെയ്തിട്ടുള്ള ആളുടെ അന്ത്യനാളിൽ അയാളോട് കരുണ കാണിച്ച് ആരും നോക്കാത്ത ആൾക്ക് വേണ്ട ഇതോടെ അന്ത്യശുശ്രൂഷകൾ ചെയ്യുകയും മരിക്കുന്നത് വരെ നന്നായിട്ട് നോക്കി ബ്രദർ എന്ന് എന്നോട് പറഞ്ഞ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലപ്പോൾ അയൽവാസിയിൽ നിന്നാകാം. ചിലർ പറയും, ഞങ്ങൾ അവൻ്റെ വീട് പണിയാൻ കരണ്ട് കൊടുത്തു, വെള്ളം കൊടുത്തു, സൂപ്പർവൈസറിന് നോക്കുന്നതിന് പകരം സാധനങ്ങൾ ഇറക്കുന്ന ലോഡിൻ്റെ കണക്കുകൾ എഴുതി വെച്ചു, സാധനങ്ങൾ നോക്കി, ഒരു സെക്യൂരിറ്റീനെ നിർത്തിയാൽ, ഒരു സൂപ്പർവൈസറിനെ നിർത്തിയാൽ ഇത്രയും ഭംഗിയാവും, അത്രക്ക് ഭംഗിയായി കൊടുത്തു. ഇന്ന് ഞങ്ങളുടെ മോൻ്റെ കല്യാണം മുടക്കുന്നത്, ഞങ്ങളുടെ മോളെക്കുറിച്ച് എല്ലാ വചനങ്ങളും പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരോട് ഞങ്ങളെക്കുറിച്ച് വേണ്ടാത്ത ഇനങ്ങൾ പറയുന്നവരാണെന്ന് പറയും. അവർ പറഞ്ഞോട്ടെ, കർത്താവ് അനുവദിച്ചാൽ അതും ചിലപ്പോൾ അതിൻ്റെ അപ്പുറവും പറയും. അതിൻ്റെ പേരാണ്, ഈ പറയുന്നതിൻ്റെ പേരാണ് അസൂയ. എല്ലാ കഥകൾ മെനയും. ഒരു പാട്ടിൻ്റെ വരികളിൽ ഇങ്ങനെ, ഒരുവനിങ്ങുയർന്നു വന്നാൽ മനസ്സിലാതിയായി അവനുമേലസൂയമൂത്തു കഥമെനഞ്ഞു ഞാൻ ഹിതകരമായ വജസാൽ പഴി പറയുവതേതു നിമിഷം പലരുടെ പേരിലും നീ പലവിധ ദോഷമേകി ഈശോ നാദ കനിവാർന്നു മാപ്പുതരൂ നീ. ഇതാ പലരുടെ പേരിലും ഇല്ലാവചനങ്ങൾ പറഞ്ഞു, കള്ളക്കഥകൾ ഉണ്ടാക്കി
പിന്നെ അവർക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞു, നുണകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു, കൈക്കൂലി കൊടുത്തു, അനീതിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും അതിൻ്റെ പേരാണ് അസൂയ. എനിക്ക് ആരോടും അസൂയയില്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നവരൊന്ന് ഇത് കേൾക്കുന്നവരും പറയുന്ന ഞാനും നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു നല്ല ഷർട്ടും പാൻറ്റും ഇട്ടാൽ, പണ്ടത്തേനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലൊന്ന് നടന്നാൽ, അത്രയും നാൾ 2 വീലറിൽ മാത്രം നടന്നിരുന്ന ആൾ ഒരു എങ്ങനെയോ ലോണോ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ ആയിട്ട് എല്ലാവരെയും പോലെ ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരു കാറ് ജീപ്പൊക്കെ മേടിച്ച് തുടങ്ങി കഥ. എന്തും പറയും. അപ്പോൾ അതോടുകൂടി അവൻ്റെ കഥ തീർക്കാൻ നോക്കിയാണ്, അവനെ തേജോവധം ചെയ്യാൻ നോക്കിയാണ്, അവൻ്റെ കട അടച്ചു പൂട്ടിക്കാൻ നോക്കും, അവൻ്റെ പ്രാർത്ഥന വഴികൾ അടച്ചു പൂട്ടിക്കാൻ നോക്കും. അപ്പോൾ ഇല്ലാ വചനങ്ങൾ പറഞ്ഞു പരത്തും. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള കഥകൾ ഫർണിഷ് ചെയ്ത് ഉണ്ടാക്കും. ഇതെല്ലാം അസൂയയിൽ നിന്നാണ്. അപ്പോൾ ഒരു നുണ പറഞ്ഞാൽ 10 നേര് പറഞ്ഞാലും ആ നുണ തന്നെയാണ്. നുണ ഒരിക്കലും നേരായി വരത്തില്ല. അപ്പം നുണകൾ പറഞ്ഞ് ഉണ്ടാക്കുക അസൂയയുടെ പ്രധാന ലക്ഷണം. ഇല്ലാ വചനങ്ങൾ പറയുക, അതുപോലെ തെറി, ചീത്ത വാക്കുകൾ, എൻ്റെ വായിൽ നിങ്ങൾ വന്നുണ്ടെന്ന് പറയും. ഇതൊക്കെ പറയുന്ന, മറ്റുള്ളവരെ പറയുന്ന സ്വഭാവം ഉണ്ടോ? നമ്മൾ മാത്രം ഇങ്ങനെ അടിഞ്ഞു കിടക്കണം, എന്ത് ചെയ്തിട്ടും കരകയറണില്ല, അവനൊക്കെ തൊട്ടതെല്ലാം പൊന്നാക്കണേണ്, കണ്ടില്ലേ എന്ന് പറയും. ഞാൻ ഓർക്കണേ, ഇങ്ങനെ നെഞ്ചിന് കെട്ടൽ, എപ്പോഴും നെഞ്ചിന് കെട്ടൽ, ഇനി സ്കാനിങ്ങും എല്ലാമായിട്ട് പോകാത്ത ആശുപത്രിയും ഏറെ ഇറങ്ങാത്ത സ്ഥലമില്ല. അവസാനം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരെക്കാൾ താഴ്ന്ന് കിടന്നിരുന്ന അവരുടെ പെങ്ങളുടെ കുടുംബം അവരുടെ തൊട്ടടുത്ത് തന്നെ കാര്യം ഇഷ്ടവും സ്നേഹമൊക്കെയാണ്. വെച്ചടി എല്ലാവരും കൂടെ കൂട്ടത്തോടെ കഷ്ടപ്പെട്ട് വെച്ചടി ഉയർന്നു. അവിടെ പോയിരിക്കും, വർത്തമാനം പറയും, എല്ലാ നാട്ടുകാരുടെയും ന്യൂസും പിടിച്ചുകൊണ്ട് ചെല്ലും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രം ഇങ്ങനെ കിടക്കുന്നു, കെട്ടിയിട്ട പോലത്തെ അവസ്ഥ. അസൂയ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് ഉറക്കമില്ലാതെയായി, നെഞ്ചിലെന്തോ തറച്ചിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പറമ്പ് വിറ്റ, നമുക്ക് കടം കൊണ്ട് കളിയില്ലാത്തതുകൊണ്ട് മോളെ കെട്ടിക്കാനും വേണ്ടിയാണ് പറമ്പ് വിറ്റത്. 3 സെൻറ്റ് വിറ്റു. ആ 3 സെൻറ്റിൽ വാങ്ങിച്ചവൻ പണ്ടൊരു ഗതിയില്ലാതെ ജീവിച്ചവൻ ഇപ്പോൾ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടെന്ന് പറയണം. ആര് കണ്ട് എന്ന് പറയും. അവൻ 2 നിലയല്ല, 1 നിലയല്ല, 2 നിലയല്ല, 3 നില, 2 നില അതിൻ്റെ മുകളിൽ ഷീറ്റിട്ട് അതും നല്ല അടിപൊളിയാക്കി. ഉമ്മർത്തോട്ടിറങ്ങിയ ഗ്യാസ്, പിരിവെട്ട്, പിരിമുറുക്കം, ഏമ്പക്കം. വീടിൻ്റെ ഉമ്മർത്തോട്ടിറങ്ങുമ്പോഴാണ് വീടിന് ദോഷം, പറമ്പിന് ദോഷമെന്നും പറഞ്ഞ്. വേറൊന്നുമില്ല, അവൻ്റെ വീട് വന്നപ്പോൾ തൊട്ടാ എങ്ങനെ കിടന്നവനാ നമ്മുടെയൊക്കെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നേച്ചവൻ. ഇപ്പം വീടിൻ്റെ പറമ്പിൻ്റെ മുൻവശം കൊടുത്താൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ നല്ല വില കൊടുത്തു, നല്ല വില കിട്ടി, മേടിച്ചു. പുറകുവശം വേണ്ട, നല്ല വഴിയുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവൻ നമ്മളെ പറ്റിച്ചെടുത്തു, പ്രധാന ഭാഗം വഞ്ചിച്ചെടുത്തു, കയറ്റിയേക്കണ കണ്ടില്ലേ, ബാക്കിയുള്ളവർ പണിയെടുത്തിട്ട് ജീവിക്കാൻ പറ്റണില്ല. ഞാനിതൊക്കെ പറഞ്ഞത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്ന സ്വഭാവമുണ്ട്. ഇല്ലാ വചനങ്ങൾ പറഞ്ഞു വരുത്തുക. എവിടെ കിടന്നവനാണ് അവനിപ്പോൾ വലിയ മഹാരാജാവായിട്ട് നടക്കണ കണ്ടില്ലേ, അവൾ നടക്കണ കണ്ടില്ലേ. സ്ത്രീകളാണെങ്കിൽ അവരെക്കുറിച്ചൊക്കെ എനിക്കറിയാം. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ, അപ്പോൾ അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു ഭർത്താവ് ചെയ്തിരുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും. 2 ചെറിയ മക്കളുണ്ട്. അപ്പോൾ ഒന്നേന്ന് തുടങ്ങി ഇറങ്ങണം ബ്രദറെ എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ആദ്യം നഷ്ടങ്ങളായിരുന്നു. ഭർത്താവ് ചെയ്തിരുന്ന ജോലിയും ബിസിനസ്സും ജോലിക്കാരും എല്ലാം നോക്കി നടത്താൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും ഈ കിംവദന്തിക്കാർ, റൂമറുകാർ ഇറങ്ങാൻ തുടങ്ങി. അസൂയ. അവൾ നശിച്ച് വെണ്ണടിഞ്ഞ് പോയിട്ടെങ്കിൽ കഷ്ടം, പാവം, അവൻ പോയതോടെ അവക്കടെ കാര്യം, ആ പിള്ളേരുടെ കാര്യം പോയി, ആണെങ്കിൽ വല്ലതും ചെയ്യാമായിരുന്നു. അതിന് പകരം പച്ചപ്പൊടിക്കാൻ തുടങ്ങിയപ്പോൾ അവളല്ലെങ്കിലും അഹങ്കാരിയാണ്. അവക്കടെ പോക്ക് കണ്ടില്ലേ, കുലുക്കിപ്പറിച്ച് നടക്കണ കണ്ടില്ലേ, ഇവള് ഇതിന് തന്നെയാണോ പോകുന്നത് അല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്ന സ്വഭാവമുണ്ടോ? ആരെങ്ങളുടെയൊക്കെ നാണം നമ്മൾ കിടത്തിയിട്ടുണ്ടോ? മാനക്കേട് വരുത്തിയിട്ടുണ്ടോ? അപ്പോൾ ആ കാര്യം പറയും, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്, കൂടുന്നുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ വല്ലവരും പറയാറുണ്ട്. കുമ്പസാരക്കൂട്ടി പോയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ താറടിച്ച് അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടുന്ന സ്വഭാവം. ഇതാണ് അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിൽ അസൂയ ഉണ്ടോ? മറ്റുള്ളവരുടെ നന്മകൾ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? പഴയ നിയമത്തിൽ ജോസഫിനെ സഹോദരന്മാർ അസൂയ മൂലം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു, തീർന്നെന്ന് അവർ വിചാരിച്ചു. പക്ഷേ
ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ദൈവം ഉയർത്തി. നാട് മുഴുവൻ ക്ഷാമത്തിലായപ്പോൾ എല്ലാവരും സഹായം തേടി. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ നാട് മുഴുവൻ ക്ഷാമത്തിലായി. അവസാനം എല്ലാവരും സഹായം തേടി അവൻ്റെ അടുത്ത് തന്നെ വരേണ്ടി വന്നു. അതുകൊണ്ട് അത്രയും വരെയും പോകാനിടയാക്കാതെ ഇപ്പോഴെങ്കിലും തിരിച്ചു വാ. നിരപരാധികളെക്കുറിച്ച് എല്ലാ വചനങ്ങളും പറഞ്ഞിട്ടില്ലേ? അവർക്ക് ഉപദ്രവങ്ങൾ ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ടില്ലേ? അതിൽ വിശ്വസിച്ചിട്ടില്ലേ? അങ്ങനെ പറയുന്നവരുടെ പക്ഷം ചേർന്ന് നിന്നിട്ടില്ലേ? അതിൻ്റെ പേരാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ ഒരു ഉറക്കക്കുറവ്, ഒരു ചങ്കുവേദന, ഒരു പെടപെടക്കലി. ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല. എങ്ങനെ നടന്നവനാ? നമ്മുടെ പറമ്പിലെ പണിക്കാരൻ്റെ മകനാ. ഇപ്പം അവനൊക്കെ പോണ പോക്ക് നമ്മ മാത്രം ഇങ്ങനെ, വേറെ ഒന്നുമല്ല, നമ്മ മാത്രം ഇങ്ങനെ ആയെങ്കിൽ ഇതുപോലത്തെ അസൂയയും കുറുമ്പും ദൈവം വെച്ച് പൊറുപ്പിക്കത്തില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. സഹോദരൻ സ്വന്തം സഹോദരനെ, ഇതാ കായൻ ആബേലിനെ കൊല്ലാൻ, ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം, ആദത്തിൻ്റെ ഹവ്വയുടെ സന്തതികളിൽ കായൻ ആബേലിനെ കൊന്നത് അസൂയ മൂത്താണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നല്ലത് ചെയ്തു, ഇവൻ എന്തൊക്കെ ചെയ്തു, പക്ഷേ മറ്റവൻ ഉള്ളതിൽ നിന്ന്, നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് ദൈവത്തിന് കൊടുത്തു. അതിൽ അസൂയ മൂത്ത കായൻ ആബേലിനെ കൊന്നു. ഇന്നും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എത്രയോ പേരെ നമ്മൾ നോട്ടം കൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം നമ്മൾ എത്രയോ പേരെ കൊന്നതിന് സമാനമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് അനുദപിച്ച് കുറ്റബോധത്തിലേക്ക് പോകാനല്ല, ദൈവം കരുണ കാണിക്കുന്നവനാണ്. പക്ഷെ ഇന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തുക, തിരുത്തുക, മാപ്പ് പറയേണ്ടതാണെങ്കിലും മാപ്പ് വരുത്തുക, മാപ്പ് പറയുക, പ്രായശ്ചിത്ത പ്രവൃത്തികൾ, പരിഹാര പ്രവൃത്തികൾ, ഉപവാസ പ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ, നന്മകൾ ചെയ്യുക. പ്രവൃത്തികളിലൂടെ ഉയർന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രോധാവേശം മൂഢനെ കൊല്ലുന്നു, അസൂയ സരള ഹൃദയനെ നിഹനിക്കുന്നു. 2-3 തന്നെയാണ്. നിഹനിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക. അപ്പോൾ അസൂയ സരള ഹൃദയൻ, മനസ്സിന് വലിയ കട്ടിയൊന്നുമില്ല, അല്ലെങ്കിൽ നിഷ്കളങ്കനാണെന്ന് പറയും. പക്ഷേ ശിഷ്ടൻ അല്ലെങ്കിൽ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ അസൂയ വെച്ചുകൊണ്ടിരുന്നാൽ അത് സരള ഹൃദയനെ കൊല്ലുന്നു. വെച്ചുകൊണ്ടിരിക്കുന്നവനും കൊലപാതകത്തിലാണ്, മറ്റുള്ളവരെയും കൊല്ലുന്ന അവസ്ഥയാണ്. സുഭാഷിതം 14:30 പറയുന്നുണ്ട്, പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. അതുപോലെ അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ആരെങ്കിലും നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതോടോ, അല്ലെങ്കിലും അവൻ പണ്ട് പോലെ സ്ഥാനമാന ആസക്തിയാണ്, എവിടെയും പടച്ചു കയറും. നമുക്കാ പറ്റണില്ല, അവർക്ക് പറ്റിയത് ചെയ്യട്ടെ, എവിടെ സ്ഥാനമുണ്ടോ അവിടെ കയറും. ലീഡർഷിപ്പിൻ്റെ വരമായിരിക്കും അവർക്ക്. ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയും. ഓരോരുത്തർക്കും പലവിധ വരങ്ങളാണല്ലോ. ചിലർക്ക് പ്രസംഗിക്കാണല്ലോ. എന്നോട് പലരും പറയാറുണ്ട്, ബ്രദറെ ഞങ്ങൾക്ക് ബ്രദറിനെ പോലെ പ്രസംഗിക്കണമെന്നും വചനം പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരൊറ്റ വചനം നോക്കി വായിക്കാൻ പോലും മൈക്ക് ഓൺ ചെയ്താൽ അല്ലെങ്കിൽ 4 മുമ്പിൽ കിട്ടുന്നില്ല. അതൊരു വരമാണ്. എൻ്റെ പ്രത്യേകതയോ എൻ്റെ മേന്മയോ മഹിമയോ ഒന്നുമല്ല. ഞാൻ ഇങ്ങനത്തെ ഒരാളല്ലായിരുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന, ഉൾക്കട്ടിയില്ലാത്ത വീട്ടിലെ കടിഞ്ഞു പൊട്ടനായ ഒരാളായിരുന്നു. ദൈവമേ ഇതെങ്ങനെ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ജീവിക്കും, ഇതിന് എന്ത് ചെയ്യും എന്നൊക്കെ മാതാപിതാക്കൾ ആകുലപ്പെടുന്നതും പറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വചന പ്രഘോഷണ വരം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം പലതരം വരങ്ങളെക്കുറിച്ച്, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, എന്നാലും വന്ന സ്ഥിതിക്ക് അത് പറയുകയാണ്. രോഗശാന്തി വരം, വിശ്വാസത്തിൻ്റെ വരം, വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം. അതുകൊണ്ട് മാറിയെന്ന് കമൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വരമുള്ളത് കൊണ്ടാണ് ആ വരങ്ങൾ കിട്ടിയവർ അത് താലന്തുകൾ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത് പരിപോഷിപ്പിക്കണം. ആളുകളെ പേടിച്ച് ഒളിച്ചു വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഞാനിപ്പോൾ 1300-ലധികം വീഡിയോകൾ ചെയ്തു.
വീഡിയോ ചെയ്യാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ചെയ്തത്. തിരുരക്താഭിഷേക ധ്യാനം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ശക്തമായ പ്രേരണയാണ് അനുദിനം എന്നോണം മുടങ്ങാതെ പരമാവധി ഇങ്ങനെ പ്രേക്ഷിത വേലയുടെ ഭാഗമായിട്ട് ഇതുപോലെ ഇത്രയും നല്ല ഒരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. ആരോടും പ്രത്യേക അനുവാദമൊന്നും ചോദിക്കണ്ട, ഇഷ്ടമില്ലാത്തവർ കാണണ്ട, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. ഇതാ ഇഷ്ടമില്ലാത്തവർക്ക് അപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകാം. ഇഷ്ടമുള്ളവർക്കോ ഇനി ഏതൊക്കെ വീഡിയോ ഉണ്ട് അതെല്ലാം കാണാം. എന്നെ പലരും വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞതാ, ബ്രദറെ ഇത്രയും നാൾ ബ്രദറിൻ്റെ ശുശ്രൂഷനെ കുറിച്ച് കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടായിരുന്നില്ല, എവിടെയായിരുന്നു? ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഇത് സ്വയം പൊക്കലായിട്ട് SP ആയിട്ട് കണക്കാക്കല്ലേ, ആളുകൾ പറയുന്ന ചില കാര്യങ്ങളാണ്. ഇത് നേരെ തിരിച്ചും പറയുന്നവരുണ്ട്. വേറെ പണിയില്ലടാ, പോയിൻ്റെ പണി നോക്കടാ, പോയി വല്ല പണിയെടുക്കടാ എന്നൊക്കെ പറയും. എൻ്റെ പണിയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, എനിക്ക് കഷ്ടം. അതുകൊണ്ട് സുവിശേഷം മാത്രമല്ല, മോട്ടിവേഷൻ സ്പീച്ചുകൾക്ക് പോകും, അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വിളിക്കുമ്പോൾ അത് എല്ലാ മേഖലയിലും സന്മാർഗവും മതപരമായതും സ്കൂളുകളിലും ഫാക്ടറികളിലും, അതുപോലെ പോലീസ് വിളിക്കാറുണ്ട് ചില ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട്, പ്രോഗ്രാമൊക്കെ. അങ്ങനെ പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? സെമിനാരികളിൽ പോയിട്ടുണ്ട്, ദൈവവിളി ക്യാമ്പ്. ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ വന്ന് ക്ലാസ് എടുത്താൽ ഉള്ള പിള്ളേരും കൂടെ പോകും, നിനക്കറിയാൻ പാടില്ല ദൈവം നിനക്ക് തന്ന കൃപ, നീ വാ, നിന്നെ ഞാനാ വിളിക്കുന്നത്. അങ്ങനെ ദൈവവിളി ക്യാമ്പുകളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതൊരു ക്യാരിസം, ഒരു വരദാനം, ദൈവം തന്നതാണ്. അതിൽ നടിക്കാനോ അഹങ്കരിക്കാനോ അല്ല, അതിലൊന്നും എനിക്ക് മേന്മയില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എനിക്ക് കുടുംബമഹിമയായിട്ട് കിട്ടിയതോ പാരമ്പര്യത്തിൽ കൂടെ കിട്ടിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദവിയായിട്ട് കിട്ടിയതോ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്ന് പോകുന്ന ഒരു സ്വഭാവക്കാരൻ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി. പക്ഷെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എവിടെ ഞാൻ കരഞ്ഞോ, എവിടെ ഞാൻ നാണം കെട്ടോ, എവിടെ വിഷമിച്ചോ, അവിടെ തന്നെ PTA വേണ്ടി, സ്കൂള് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ പലതവണ ബോധവൽക്കരണ ക്ലാസ്സുകളും ഇപ്പം തന്നെ പറഞ്ഞിട്ട് മാറിപ്പോണില്ലേ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് പലതവണ അവിടെയും അതിനപ്പുറം പലയിടത്തും പോയി കൊടുക്കാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ഈ കുറച്ച് നാൾ മുമ്പ് എറണാകുളത്തെ ഒരു സ്കൂളിൽ ഇതുപോലെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു ക്ലാസ് കൊടുത്തപ്പോൾ ചില മാതാപിതാക്കൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ ഇതാണ്, ഇത് കുറേ കൂടെ മുമ്പേ തന്നിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, അതുപോലും ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത് ഒത്തിരി പ്രയോജനകരമാണ്. ഇനി എല്ലാ കൊല്ലവും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയില്ല അതിൻ്റെ വില. പക്ഷേ ആ ബോധ്യം കിട്ടിയത് കൊണ്ടാണല്ലോ ആ പാരൻസ് ചിലർ എഴുന്നേറ്റ് നിന്ന് ഇതുപോലത്തെ അഭിപ്രായം പറയണം. എല്ലാ കൊല്ലവും ഈ സ്കൂളിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഇതുപോലെ വേണം എന്ന്. അപ്പോൾ ആരെങ്കിലും ഒന്ന് തുറന്നു പറയാൻ, അല്ലെങ്കിൽ ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കാൻ. പഠനം മാത്രമല്ല ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. പഠനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം, പക്ഷേ ജീവിത വിജയം വരിക്കുവാൻ ഉന്നത നിലവാരങ്ങളിൽ എത്തിയ മഹാന്മാരും ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകന്മാരും ആരും പഠനത്തിൽ റാങ്ക് നേടിയവരോ സ്കൂളിൽ നമ്പർ 1 ആയിട്ട് പഠിച്ചവരോ അല്ല എന്നുള്ള ബോധ്യങ്ങളൊക്കെ വരുമ്പോൾ മക്കൾക്ക് ഒത്തിരി കുറ്റബോധവും ഇതെല്ലാം ദുഃഖവും ഡിപ്രഷനും എല്ലാം നിരാശയെല്ലാം മാറിപ്പോകാനും അവരുടെ ജീവിതം തിരിച്ചറിയാനും അതനുസരിച്ച് കരുപ്പിടിപ്പിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പലർക്കും പല തരത്തിലുള്ള കഴിവുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്കിത് പ്രയോജനപ്രദമെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട്, ബ്രദറെ മാറി പല വിഷയങ്ങളെക്കുറിച്ച് ഇടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനമുണ്ട് എന്ന്. അതുകൊണ്ട് ഈ മൂലപാപം എന്ന് പറയുന്ന അസൂയക്കെതിരായ പുണ്യമാണ് ഉപവി പരിശീലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് തൊട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞില്ലേ, അവിടത്തേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ ഈ പുണ്യാഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആര് പൊക്കിയാലും പൊങ്ങിയുമില്ല, ആര് താഴ്ത്തിയാലും താഴത്തില്ല. ഒരു 500 രൂപ നോട്ട് എടുത്തിട്ട് കുറേ തെറി പറഞ്ഞാൽ അല്ലെങ്കിൽ അതിലെ ചെളി പുരണ്ടാൽ അത് കീറിപ്പോയാലൊന്നും അതിൻ്റെ വാല്യൂ കുറയത്തില്ല. അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിൻ്റെ അല്ലെങ്കിൽ ഒരു കടയിൽ കൊണ്ടുപോയി ഒരു 500 രൂപ നോട്ട് കൊടുത്താൽ അതിന് തത്തുല്യമായ വില കിട്ടും. കീറിയതോ മുഷിച്ചതോ ആണെങ്കിൽ ബാങ്കിൽ കൊടുത്താൽ അത് മാറിയെടുക്കുവാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ വാല്യൂ
ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വെക്കുന്ന വില തിരിച്ചറിയുക. ചിലരൊക്കെ നമുക്കെതിരെ ചെളിവാരി എറിയുന്ന അസൂയപ്പെടുന്നവരെ നോക്കി ജീവിതം നശിപ്പിച്ച് കളയുന്നവരുണ്ട്. മന്ത്രവാദത്തിനും ക്ഷുദ്രത്തിനും ആഭിചാരത്തിനും ഒക്കെ പലരും പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പോയതിൻ്റെയൊക്കെ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രധാന കാര്യം ഇതാണ്: അസൂയ. സ്വന്തം സഹോദരങ്ങൾ തന്നെ, ഒരേ കുടുംബത്തിൽ പറഞ്ഞവർ തന്നെ ചിലപ്പോൾ ഇവരെക്കാൾ മെച്ചപ്പെടുന്നു. അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കുടുംബം നമ്മുടെ അത്രയും പോലും ഗതി ഉണ്ടായില്ല കെട്ടിച്ചു വിട്ടപ്പോൾ, പക്ഷേ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് ദൈവം വളർത്തുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള അസൂയൊക്കെ കാണാറുള്ളത് സ്വന്തക്കാരും ബന്ധക്കാരും തമ്മിൽ, മക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിലാണ്. ഓർത്തോ, നമ്മുടെ കയ്യിൽ ഈ വിരലുകൾ 5 തരത്തിലാണ്, 5 വലുപ്പത്തിലാണ്. ഈ 5 ഒരേപോലെ ഇരുന്നെങ്കിൽ അതിൻ്റെ ശരിയായ പ്രയോജനം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈ 5 വലുപ്പത്തിലും 5 തരത്തിലുമായിരിക്കുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ആരോടും അസൂയ തോന്നിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വീണ്ടും കാണുന്നുണ്ട് സാവൂൾ രാജാവിൻ്റെ ചരിത്രത്തിൽ, ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ, സാവൂളിനെ ആപൽ ഘട്ടത്തിൽ ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെതിരെ പോരാടി സൈന്യം പോലും പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ആപൽ ഘട്ടത്തിൽ സഹായിക്കാൻ ഇടയ ചെറുക്കനായ ദാവീദ്, ദൈവശക്തി നിറഞ്ഞവനായ ദാവീദ്, അങ്ങനെ എടുത്തു പറയേണ്ടതുണ്ട്. ഇതാ വെറും കവണയും കല്ലും കൊണ്ട് ആ മല്ലനെ, ഗോലിയാത്തിനെ, സൈന്യം പോലും പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് അവന് സാവൂളിന്, ആ രാജ്യത്തിന് വിജയം നേടിക്കൊടുത്ത ആ ദാവീദ്. പക്ഷേ നാട്ടിലെ സ്ത്രീകൾ ഏറ്റുപാടി ആ വിജയഘോഷയാത്രയിൽ സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇതിൽ അസൂയ മൂത്തു. അസൂയയുടെ ദുരാത്മാവ് സാവൂളിൻ്റെ തലയിൽ കയറി. അന്ന് തൊട്ട് ദാവീദിനെ ഉന്മൂലനം ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ കൊല്ലാൻ, നശിപ്പിക്കാൻ സാവൂള് തയ്യാറാകുകയാണ്. പലതവണ വധിക്കാനായിട്ട് ഒരുങ്ങിയെങ്കിലും ദൈവം അതിന് അനുവദിച്ചില്ല. ദൈവം അത്ഭുതകരമായി ദാവീദിനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ തന്നെ കൊല്ലാൻ നടന്ന സാവൂളിനെ ദൈവം സാവൂളിനെ ദാവീദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത അവസരമുണ്ടായെങ്കിലും സാവൂള് ഒരു രാജാവിന് വേണ്ടി നാളുകളായിട്ട് മുറവിളി കൂട്ടിയ ഇസ്രായേൽ ജനത്തിലെ ആദ്യത്തെ രാജാവായി സാമുവേൽ പ്രവാചകനിലൂടെ ദൈവം അഭിഷേകം ചെയ്ത അഭിഷിക്തനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ ദാവീദ് സാവൂളിനെ കൊല്ലാതെ വിടുകയാണ്. എന്നിട്ട് പോലും സാവൂളിന് മനസാന്തരം ഉണ്ടായില്ല. അവനെ നശിപ്പിക്കാൻ തന്നെ തക്കം പാർക്കുകയാണ്. പക്ഷേ ആ ചതി, ആ തിന്മ, ആ അസൂയ സാവൂളിൻ്റെ തന്നെ നാശത്തിന് ഇടയാകുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴിയാത്തതായിട്ടും, കുടുംബത്തിൽ മക്കൾ തമ്മിലെതിരായിത്തീരുന്നതും, അപ്പനെ കൊല്ലാൻ, സാവൂളിനെ കൊല്ലാൻ സ്വന്തം മകൻ തന്നെ, അബ്സലോം തന്നെ നടക്കുന്ന രംഗവുമെല്ലാം നമ്മൾ ബൈബിളിൽ സാവൂളിൽ നിന്ന് ഈ തിന്മ, ദാവീദിനെ കൊല്ലാൻ സ്വന്തം മകൻ തന്നെ അബ്സലോം നടക്കുമ്പോഴും ദൈവം ദാവീദിനെ അതിൽ നിന്നെല്ലാം രക്ഷിക്കുകയാണ്. ഇതാ സാവൂളിൻ്റെ അസൂയ, ആ തിന്മ ദാവീദിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും, ഇതാ ദാവീദിൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തിന്മ വന്നപ്പോഴും ദൈവം അവനെ സംരക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ദാവീദ്. എന്നാൽ സ്വന്തം നാശം ക്ഷണിച്ചു വരുത്തുന്ന, സ്വന്തം വാള് നാശത്തിന് കാരണമായിത്തീരുന്ന, വാളോങ്ങുന്നവൻ വാളാൽ നശിക്കുമെന്ന സാവൂളിൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുകയാണ്. അപ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ല. പിശാചിന്ന് തന്ത്രപൂർവ്വം വഞ്ചിച്ചു. ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോകുന്നവർക്ക് വേറെ പ്രാർത്ഥനാ സ്ഥലത്ത്, ഒരു പള്ളിയിൽ പോകുന്നവർക്ക് മറ്റേ പള്ളിയിൽ പോകുന്നവർ, ഒരു റീത്തുകാർക്കും മറ്റേ റീത്തുകാരെ കണ്ടുകൂടാ. അതുപോലെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രം, നിങ്ങളുടെ ധ്യാനകേന്ദ്രം, ഞങ്ങളുടെ റീത്ത്, നിങ്ങളുടെ റീത്ത് എന്നും പറഞ്ഞ് പിശാചി അസൂയയുടെ ദുരാത്മാവിനെ സർവത്ര ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതിങ്ങനെ പെറ്റുപെരുകി
പെരുകി പോകും. ഞങ്ങളുടെ അച്ഛന് കൃപ നിങ്ങളുടെ അച്ഛന് കൃപയില്ല, ഞങ്ങളുടെ ബ്രദർ നിങ്ങളുടെ ബ്രദർ, ഞങ്ങളുടെ സിസ്റ്റർ നിങ്ങളുടെ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ ഇവരൊക്കെ? ആരാ ഇതത്? ആരാ നടുന്നത് നനക്കുന്നതും? കർത്താവല്ലേ. അപ്പോൾ കർത്താവിനേക്കാൾ വലുതാണോ അത് ദേവനാണെന്നും പറഞ്ഞ് വാഴ്ത്തിയ ജനങ്ങൾ ആരാണ്? ഹേറോദേസിനെ. അവസാനം കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി അവൻ പുഴുവരിച്ച് മരിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കാൾ അധികം ഒന്നിനെയും ഉയർത്തേണ്ട. ഫിലിപ്പിയർ 2:3-4 നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, നിങ്ങളുടെ ഇടയിൽ മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അപ്പോൾ അസൂയുള്ളവർക്ക് അതൊന്നും സാധിക്കത്തില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയും. എനിക്ക് എന്നെ കഴിഞ്ഞ് വേറെ ആളില്ലെന്ന് പറയും. അപ്പോൾ അസൂയാലുവിന് മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-16-17 വാക്യത്തിൽ പറയുന്നുണ്ട്, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. വേറെ കൂടുതൽ കാര്യമൊന്നും വേണ്ട. അസൂയ എന്ന് പറഞ്ഞ സാധനം സംസാരത്തിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ പണി കൊടുക്കലോ കാലുവാരലോ കുതികാല് വെട്ടലോ ആയിട്ട് ഭൗതികമോ ആത്മീയമോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുണ്ടോ അവിടെ ഇന്ന് ഒത്തിരി ശുശ്രൂഷകരെ പോലും സാത്താൻ തന്ത്രപൂർവ്വം തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. അവിടെ എല്ലാ ക്രമക്കേടും ദുഷ്കർമ്മവും ഉണ്ട്. അവരറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ. ഒട്ടകപ്പക്ഷിയുടെ പോലെ വലിയ ശരീരമുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ കഥ കേട്ടിട്ടുണ്ടോ? വലിയ ശരീരമുണ്ട്, പക്ഷേ ശത്രുക്കളെ കാണുമ്പോൾ കുഴിച്ചിട്ട് അതിൻ്റെ തല അതിലിറക്കി വെക്കുക. അതിൻ്റെ വിചാരം ഇതാണ്, ആരും എന്നെ കാണുന്നില്ല. ഇത്രയും വലിയ ശരീരമുള്ള ഒട്ടകപ്പക്ഷിനെ ആരും കാണില്ലേ. അപ്പം ഇതുപോലെ തന്നെയാണ്, ആരും കാണുന്നില്ല ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കും. പക്ഷേ അവസാനം എല്ലാവരും കാണുന്ന എല്ലാവരും അറിയുന്ന നാണക്കേടുകൾ വന്ന് ഭവിക്കുന്നു. എവിടെ അസൂയയും സ്വാർത്ഥമോഹം ഉണ്ടോ അവിടെ ക്രമക്കേടും എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒന്നിലും തൃപ്തിയില്ലാത്ത, നല്ലത് പറയാൻ സാധിക്കാതെ, ഒന്ന് സന്തോഷത്തോടെ നടക്ക്, ഒരു ജീവിതമല്ലേ ഉള്ളു. സംഗീതം 90-10 പറയുന്നുണ്ട്, 70 ഏറിയാൽ 80. ഇത് മനുഷ്യൻ്റെ ആയുസിൻ്റെ കാര്യമോ അത്ര ഉള്ളു. പക്ഷേ എന്തോർത്തിട്ടാണ് സ്ഥിരം നിലനിൽക്കുന്നത് പോലെയാണ് പലരുടെയും പോക്കും മട്ടും രീതികളൊക്കെ കണ്ടാൽ. മറ്റുള്ളവർ നശിച്ച് കാണാൻ കാത്തിരിക്കുന്നവർ, അതിനുവേണ്ടി എന്തോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തോ ആരൊക്കെ ചെയ്യുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ നടന്ന് ജീവിതം കളയുന്നവർ. നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് പഠിപ്പിച്ചു തരുന്നത് എന്താ? നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് ഈ അസൂയക്കാരെയും അക്രമകാരികളുടെയും അത്യാഗ്രഹക്കാരുടെയും ചിന്തകൾ, അവരുടെ രീതികൾ നിൻ്റെ തലയിൽ കയറ്റി വെച്ചാൽ നമ്മൾ അതിന് അടിമയാണ്. പിന്നെ അതായിരിക്കും നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മുടെ തലയിൽ നമ്മുടെ ജീവിതത്തിൽ നിറച്ചുകൂടെ. അപ്പോൾ എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും എടുത്തിയാട്ടമൊന്നും ഉണ്ടാവില്ല, കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതാണ്. അതാണ് ഉപവി എന്ന് പറയുന്നത്. ഉപവി പ്രവൃത്തികൾ എന്താണ്? ശുദ്ധമായിരിക്കും, പിന്നെ സമാധാനപൂർണമായിരിക്കും, വിനീതമായിരിക്കും, വിധേയത്വമുള്ളതായിരിക്കും, കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതാണ്. വൃക്ഷങ്ങൾ ഫലങ്ങൾ നിറയുമ്പോൾ ഇങ്ങനെ കൂമ്പി വരും, പക്ഷെ അഹങ്കാരികൾ ഇങ്ങനെ പൊങ്ങി വരും. അസൂയക്കാരിങ്ങനെ ഞെളിഞ്ഞ് നടക്കും, പക്ഷേ അതധികം നാൾ നീണ്ടു നിൽക്കത്തില്ല. അതുകൊണ്ട് അസൂയക്കാരെയും ദുഷ്കർമ്മികളെയും കണ്ട് പലർമ്മിക്കൊണ്ട് അസ്വസ്ഥപ്പെട്ട് നിൽക്കാതെ എല്ലാറ്റിൻ്റെ ഉടയവനായ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അസൂയയും കുശുമ്പും കുറുമ്പും ഒക്കെ എന്ന് പച്ച മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ വരും. കുശുമ്പും കുറുമ്പും എന്നൊക്കെ പറയും. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. അവസാനം മരുന്നുകളും രോഗവും പിന്നെ രോഗങ്ങളും വിട്ടൊഴിയാത്ത, മരുന്നുകൾ കഴിച്ചാൽ പോലും ഫലം കാണാത്ത അവസ്ഥ, എല്ലാവരും ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒന്നിലും തൃപ്തിയില്ലാത്ത അവസ്ഥ, ഉറക്കം വിട്ടൊഴിയുന്ന അവസ്ഥ, അപ്പോൾ ഉള്ള നന്മകൾ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. അതുകൊണ്ട് വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമായ യാക്കോബ് 3:16-17 പറയുന്ന ആ വചനത്തിൻ്റെ ശക്തിയാൽ
എന്നിൽ നിറക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധമാണ്, അവിടെ കലർപ്പില്ല, ശുദ്ധമാണ്. പിന്നെ സമാധാന പൂർണ്ണമാണ്. നമുക്കറിയാം പശുവിൻ്റെ പാല്, നല്ല ശുദ്ധമായ പശുവിൻ പാലിൽ നിന്ന് എന്തെല്ലാം നമുക്ക് കിട്ടും. തൈര് കിട്ടും, മോര് കിട്ടും, വെണ്ണ കിട്ടും, ഗീ, നെയ്യ് കിട്ടും. ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ പണ്ട് പശുവിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതെന്തെല്ലാമാണ് കിട്ടുന്നത് അല്ലേ? പശുവിൻ പാലിൽ നിന്ന് എന്തെല്ലാം കിട്ടും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണ്ണം, സമാധാനം ഉണ്ടാകും. അവരവരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക, അവരോടും ഇവരോടും താരതമ്യപ്പെടുത്താതിരിക്കുക. അപ്പം തന്നെ നമുക്ക് വേണ്ട വഴികൾ ദൈവം തുറന്നു തരാൻ തുടങ്ങും. ഈ വചനം കേൾക്കുന്ന അന്ന് തൊട്ട് നിങ്ങൾക്ക് ഇത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഫാക്ടറിയിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതാവസ്ഥകളിൽ, ആത്മീയ വ്യാപാരങ്ങളിലെല്ലാം ദൈവം തരും. നിങ്ങൾ കൊലപാതകികളോ ദുഷ്കർമ്മികളോ അല്ലെങ്കിൽ രോഗങ്ങൾ വിട്ടഴിയാത്തവരോ ആയി തീരാതെ വിശുദ്ധി നിറഞ്ഞ, ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതാണ്. ഓ പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൽ കേട്ടതുപോലെ യാക്കോബ് 3:16-17 വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളിൽ നിന്ന് എല്ലാ ക്രമക്കേടും മാറ്റി ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറച്ച് പിന്നെ ശുദ്ധവും സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞ ഉപവിപ്രവർത്തികളാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളിൽ നിന്ന് അസൂയ എന്ന തിന്മ നീക്കിക്കളയണമേ. ഞങ്ങളെക്കാൾ കഴിവുള്ളവരെ കണ്ടാൽ, ഞങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവരെ കണ്ടാൽ, ഞങ്ങളെക്കാൾ പഠിക്കാൻ മിടുക്കുള്ളവരെ കണ്ടാൽ, ഞങ്ങളെക്കാൾ മാർക്ക് കൂടുതലുള്ളവരെ കണ്ടാൽ, ഞങ്ങളെക്കാൾ കൂടുതൽ മക്കളുള്ളവരെ കണ്ടാൽ, കർത്താവെ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത പങ്കാളികളെ കിട്ടിയവരെ കണ്ടാൽ, എല്ലാത്തിലും ഇന്ന് താരതമ്യപ്പെടുത്തി ഒന്നിലും സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഞങ്ങളായിട്ട് ജീവിക്കാതെ പലപ്പോഴും ഞങ്ങൾ അങ്ങേയറ്റം അധംപതിച്ചവരായി, കൃപകൾ നഷ്ടപ്പെടുത്തിയവരായിട്ട് ജീവിക്കേണ്ട അവസ്ഥകൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ക്രമക്കേടുകൾക്കും കാരണം ഇതാണ്. വിവാഹം കഴിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ പോലും ഈ താരതമ്യം ഭാര്യാഭർത്താക്കന്മാർ വളരെ കൂടുതലാണ്. കിട്ടിയ പങ്കാളിയിൽ തൃപ്തിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ഓർത്ത് അസൂയ, താരതമ്യം ചെയ്യൽ, ഇതെല്ലാം. അതുപോലെ ജീവിതാന്തസ്സിലും മക്കളുടെ കാര്യങ്ങളിലും അവരെ പോലെ ആക്കാൻ പറഞ്ഞു ഇന്നും മക്കളിൽ പലർക്കും ഞങ്ങളെ കണ്ടുകൂടാ. അവരെ പോലെ ആകുക, അവനെ നോക്ക്, ഇവരെ നോക്കുന്നു. ചില മക്കൾക്കൊക്കെ മാതാപിതാക്കളോട് കൊടിയ വെറുപ്പാണ്. എന്നോട് 2 മക്കൾ പറഞ്ഞ ഇതാണ്, ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെ കൂടെയും ഞങ്ങളുടെ അപ്പനും അമ്മയും വഴക്കാണ്. ഭയങ്കര പ്രാർത്ഥനയും ധ്യാനമല്ല. ഷൈജു ബ്രദറെ, നിങ്ങളെയൊക്കെ കണ്ട് മുട്ടിയില്ല, ഞാൻ പുണ്യാളനാണെന്നല്ല പറയുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ദൈവവിശ്വാസം പോലും ഉപേക്ഷിച്ച് വല്ല നിരീശ്വരവാദിയായിട്ട് നടന്നേനെ. ഇവിടെ എത്രയോ പേര് വന്ന് വചനം കേട്ട് പഴയ ജീവിതരീതികളും മാറ്റി ഒക്കെ ജീവിക്കുന്നു. ഒന്ന് ഞങ്ങളുടെ മാതാപിതാക്കളോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ബ്രദർ, ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞത് കൊടുക്കുകയാണ്. അവർക്ക് കുറ്റം, ഇവർക്ക് കുറ്റമില്ലാത്ത ആരുമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ ആ മുട്ടൻ അടി ഉണ്ടാകാത്ത ഒരു സമയമില്ല. അല്പസമയം വല്ലപ്പോഴും ഇതുണ്ടാകും. അപ്പോൾ വല്ല സ്വസ്ഥതയുണ്ടോ? അതാണ് ഈ അസൂയ എന്ന തിന്മ. മാരകമായ വിഷമാണ്, സർപ്പത്തേക്കാൾ വിഷമുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം മാറ്റി വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞ അഭിഷേകം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറക്കണേ. ഞങ്ങളുടെ കുടുംബത്തിലോ തലമുറകളിലോ തലമുറയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസൂയ പ്രതികാര ചിന്ത, വാശി, വൈരാഗ്യങ്ങളിലേക്ക് എല്ലാം തള്ളി നീക്കും. തിരക്തം കൊണ്ട് കഴുകി ഉപവിപ്രവൃത്തികളാൽ ഞങ്ങളെ സമ്പുഷ്ടരാക്കണമേ. ഇന്നു മുതൽ മാറ്റങ്ങൾ വരട്ടെ. പരിശുദ്ധാത്മാവെ വന്നു നിറയണമേ. പരിശുദ്ധാമ്മേ മാതാവെ പ്രാർത്ഥിക്കണേ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ ശുശ്രൂഷ കേൾക്കുന്ന, കൂടുന്ന, ഷെയർ ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. യേശുവേ നന്ദി. കരുണ തോന്നണമേ. മാനസാന്തരം കൊടുക്കണേ. കഠിന ഹൃദയങ്ങളെ ഇളക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ്